Once again, welcome back to virtual teaching. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബികോം സെമസ്റ്റർ 5 ഇൻകം ടാക്സിലെ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ കണ്ടിന്യൂഷനാണ്. നമ്മൾ ഈ ഒരു മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത് ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെന്ന് കാണാം. അത് ഈ ചാപ്റ്ററിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് അല്ലെങ്കിൽ തിയറി, അതുപോലെ തന്നെ നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നതിൻ്റെ ഒരു ബേസ് ആണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ പ്രോബ്ലംസ് ആണ് ചെയ്യാൻ പോകുന്നത്. നമുക്കപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, മിസ്റ്റർ പുതിൻ, എ റഷ്യൻ സിറ്റിസൺ, കം ടു ഇന്ത്യ ഫോർ ദ ഫസ്റ്റ് ടൈം ഓൺ 1/4/2015 and stay here for 2 years and leave India on 1/4/2017. He again comes to India on 5/6/2019 and goes back to Russia on 23/12/2019. Determine his residential status for the assessment year 2020-21. അപ്പോൾ നമ്മളോട് ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ അസസ്മെൻറ്റ് ഇയറായ 2020-21 ആ ഒരു അസസ്മെൻറ്റ് ഇയറിൽ ഈ വ്യക്തിയുടെ മിസ്റ്റർ പുതിൻ എന്ന റഷ്യൻ സിറ്റിസൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യാനാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഇതിൻ്റെ അടിയിലുണ്ട്, കൊടുത്തിട്ടുണ്ട്. നമുക്കത് അതിൻ്റെ വർക്കിംഗ് നോട്ട്സ് ഒന്ന് നോക്കാം. നമ്മൾ ഇതിൻ്റെ ആൻസർ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ എഴുതി വെക്കേണ്ടത് നമ്മുടെ അസസ്മെൻറ്റ് ഇയറും പ്രീവിയസ് ഇയറാണ്. എന്നാൽ മാത്രമേ കൃത്യമായിട്ട് നമുക്ക് കണക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ അസസ്മെൻറ്റ് ഇയർ ക്വസ്റ്റ്യൻ തന്നതിൻ്റെ എത്രയാണ്, 2020-21. അപ്പോൾ അത് ഇതേതാ, അസസ്മെൻറ്റ് ഇയർ 2020-21. അപ്പോൾ പ്രീവിയസ് ഇയർ എന്തായിരിക്കും, 2019-20 ആയിരിക്കും നമ്മുടെ പ്രീവിയസ് ഇയർ. ഇനി നമ്മൾ എങ്ങനെയാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്, നമ്മുടെ ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷനും നമ്മുടെ 2 അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. ആ ബേസിക് കണ്ടീഷൻ എന്താണെന്നും അഡീഷണൽ കണ്ടീഷൻ എന്താണെന്നും ക്ലിയർ ആയിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ ഈ മിസ്റ്റർ പുതിൻ എന്ന് പറഞ്ഞിട്ട് റഷ്യൻ സിറ്റിസൺ ഈ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം നോക്കാം. അപ്പോൾ നമുക്ക് 2 കണ്ടീഷൻസ് ഉണ്ട് ബേസിക്കലി. അതിൽ ഫസ്റ്റ് വന്ന് തന്നെ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്, പ്രീവിയസ് ഇയറിൽ 182 ഡേയ്സ് ഓർ മോർ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാവണം. അപ്പോൾ അത് സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ നോക്കാം. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയറിൻ്റെ എടുക്കുകയാണെങ്കിൽ നമുക്കിത് പുറത്തുണ്ട് 5/6/2019, 5th June 2019 തൊട്ട് 23rd December 2019 വരെ അദ്ദേഹം നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നു, സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രീവിയസ് ഇയറിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളവിടെ അത് എഴുതി വയ്ക്കാതെ തന്നെ 5/6/2019 to 23rd/12/2019. നമ്മളിനി നമ്മുടെ ആ ഡേയ്സ് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ജൂണിൽ 5/6 ആൾ നാട്ടിലെത്തിയത്, ജൂണിൽ 30 ഡേയ്സാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് മുന്നേ ഉള്ള 1, 2, 3, 4 4 ദിവസം നമുക്ക് മൈനസ് ചെയ്യണം, കാരണം 5ാം തീയതി തൊട്ടേ നാട്ടിലുള്ളൂ. അപ്പോൾ നമ്മൾ എന്തും 30 ഡേയ്സിന് 4 ഡേയ്സ് ഓർക്കുമ്പോൾ നമുക്ക് 26 ഡേയ്സ് കിട്ടും. പിന്നെയുള്ള ബാക്കി മാസങ്ങളൊക്കെ ആഡ് ചെയ്യുക. അത് കഴിഞ്ഞാൽ പിന്നെ ഡിസംബറിൽ 23rd തിരിച്ച് പോയി. അപ്പോൾ 23rd വരെ നമുക്ക് ഇവിടെ കൂട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ ഈ ഡേയ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ടോട്ടലാണ് 202 ഡേയ്സ്. ഇപ്പോൾ നമുക്ക് എത്ര വേണ്ടുള്ളൂ, നമുക്ക് വെറും 182 ഡേയ്സ് മതി. ഇതിൽ എത്ര ഡേയ്സ് ഉണ്ട്, നമുക്ക് 202 ഡേയ്സ് ഉണ്ട്. 182 ഡേയ്സ് ഓർ മോർ ആയി നമുക്ക് എന്ത് കിട്ടും, ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവും. അപ്പോൾ അതിൽ നമ്മുടെ ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ, ഏതിന് ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ മതി. അപ്പോൾ ബേസിക് കണ്ടീഷൻ ഒരെണ്ണം സാറ്റിസ്ഫൈ. അപ്പോൾ ബേസിക് കണ്ടീഷൻ്റെ ഇത് കഴിഞ്ഞു. ഈ നെക്സ്റ്റ് ആണ് അഡീഷണൽ കണ്ടീഷൻ. നമുക്കറിയാം എന്താണ്, നമ്മൾ 2 അഡീഷണൽ കണ്ടീഷൻസാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. അതിൽ ഒന്നാമത്തെയാണ് നമ്മുടെ പ്രീവിയസ് ഇയർ തൊട്ട് മുന്നേ ഉള്ള 10 പ്രീവിയസ് ഇയറിൽ ഏതെങ്കിലും 2 പ്രീവിയസ് ഇയറിൽ ആ വ്യക്തി റെസിഡൻ്റ് ആയിരിക്കണം. അപ്പോൾ അത് സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ നോക്കാം. ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് എന്താ ക്വസ്റ്റ്യനിൽ, 1/4/2015, 1st April 2015 തൊട്ട് 1st April 2017 വരെ 2 കൊല്ലം കംപ്ലീറ്റ് ആയിട്ട് നാട്ടിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് തന്നെ അതേ എഴുതി വയ്ക്കുക. എന്താണ്, 1/4/2015 to 1/4/2017 2 ഇയേഴ്സ് നാട്ടിലുണ്ടായി. അപ്പോൾ നമുക്കിതിനെ അസസ്മെൻറ്റ് ഇയർ നമുക്കറിയാം എന്താണ്, 1st April തൊട്ട് 31st March വരെയാണ് ഒരു അസസ്മെൻറ്റ് ഇയർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2 അസസ്മെൻറ്റ് ഇയർ ഈ ഇൻ്റർവെല്ലിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എങ്ങനെയാണ്, 1/4/2015 തൊട്ട് 31st March 2016. അപ്പോൾ ഒരു അസസ്മെൻറ്റ് ഇയർ കംപ്ലീറ്റ് ആവുകയാണ്. രണ്ടാമത് 1/4/2016 to 31st March 2017, അതാണ് സെക്കൻഡ് അസസ്മെൻറ്റ് ഇയർ. അങ്ങനെ 2 അസസ്മെൻറ്റ് ഇയറുടെ കംപ്ലീറ്റ് ആണ്. എന്താണ് അസസ്മെൻറ്റ് ഇയർ, എന്താണ് പ്രീവിയസ് ഇയർ, ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിലാണ് ഫുൾ തിയറി പോർഷൻ ഉള്ളത്. ആ വീഡിയോയിൽ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ 2 അസസ്മെൻറ്റ് ഇയറോട് ആയിട്ടുണ്ട്. അങ്ങനെ 2 ഇയർ റെസിഡൻ്റ് ആയിട്ട് ഇവിടെ
വന്നിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റ് അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട്. ഈ രണ്ടാമത്തെ അഡീഷണൽ കണ്ടീഷനാണ് നമ്മുടെ 7 പ്രീവിയസ് ഇയർ, നമ്മുടെ പ്രീവിയസ് ഇയർ തൊട്ട് മുന്നേയുള്ള 7 പ്രീവിയസ് ഇയറിൽ 730 ഡേയ്സ് ഓർ മോർ ഉണ്ടാവണം. നമ്മൾ ആ 7 പ്രീവിയസ് ഇയർ എന്ന് പറയുമ്പോൾ ഈ 2 ഇയർ ഉൾപ്പെടുന്നുണ്ട്. നമുക്ക് 365 ആഡ് ചെയ്യുമ്പോൾ തന്നെ 730 വന്നു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ സെക്കൻഡ് അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആയിട്ട്. അങ്ങനെ എന്താണ് ഇവിടെ നമുക്ക് മിസ്റ്റർ പുതിൻ എന്താണ് റെസിഡൻ്റ് ആണ്, ഓർഡിനറി റെസിഡൻ്റ് ആണ്. അപ്പോൾ പുതിൻ ഈസ് ആൻ ഓർഡിനറി റെസിഡൻറ്റ് ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 2020-2021. നമുക്ക് എഴുതുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് നമുക്കിൻ്റെ പാരഗ്രാഫായിട്ട് എഴുതാം. എൻ്റെ വർക്കിംഗ് നോട്ട്സ് മാത്രമേ കാണിച്ച് എങ്ങനെയാണ് വന്നതെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം ക്ലിയർ ആയെന്ന് കരുതുന്നു. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഇൻസിഡൻസ് ഓഫ് ടാക്സ് ഓർ സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം. ഇതിൽ ഫസ്റ്റ് വൺ ആണ് ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ അത് ആർക്കൊക്കെയാണ് ടാക്സബിൾ? ആർക്കൊക്കെയാണ് ടാക്സബിൾ? ടു റെസിഡൻറ്റ്, നോട്ട് ഓണർ റെസിഡൻറ്റ് ആൻഡ് നോൺ റെസിഡൻറ്റ്. അപ്പോൾ ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ അത് 3 പേർക്കും, റെസിഡൻ്റ് ആയിക്കോട്ടെ, NOR ആയിക്കോട്ടെ, അതിലെ NR ആയിക്കോട്ടെ, 3 പേർക്ക് എന്താണ് ടാക്സബിൾ ആണ്. രണ്ടാമത്തെയാണ് ഇൻകം ഡീം ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ. ഇൻകം ഡീം ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ ആയിക്കോട്ടെ, അതും 3 പേർക്കും ടാക്സബിൾ ആണ്. ദാറ്റ് ഈസ് ദേ ആർ ടാക്സബിൾ ടു റെസിഡൻറ്റ്, നോട്ട് ഓണർ റെസിഡൻറ്റ് ആൻഡ് നോൺ റെസിഡൻറ്റ്. നെക്സ്റ്റ് ആണ് ഇൻകം അക്വയറിംഗ് ഓർ അറൈസിംഗ് ഇൻ ഇന്ത്യ. അതും 3 പേർക്കും ടാക്സബിൾ ആണ്. ദേ ആർ ടാക്സബിൾ ടു റെസിഡൻറ്റ്, നോട്ട് ഓണർ റെസിഡൻറ്റ് ആൻഡ് നോൺ റെസിഡൻറ്റ്. നെക്സ്റ്റ് ആണ് ഇൻകം ഡീം ടു അക്വയറിംഗ് ഓർ അറൈസിംഗ് ഇൻ ഇന്ത്യ. ദേ ആർ ടാക്സബിൾ ടു റെസിഡൻറ്റ്, നോട്ട് ഓണർ റെസിഡൻറ്റ് ആൻഡ് NR. അപ്പോൾ 3 പേർക്ക് എന്താണ് ഇത് ടാക്സബിൾ ആണ്. അഞ്ചാമത്തെയാണ് ഇൻകം അക്വയറിംഗ് ആൻഡ് റിസീവ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇൻകം അക്വയർ ചെയ്തും റിസീവ് ചെയ്തും ഇന്ത്യയുടെ പുറത്താണെങ്കിൽ അത് റെസിഡൻറ്റിനും അതുപോലെ തന്നെ നോട്ട് ഓണർ റെസിഡൻറ്റിനും മാത്രമേ ടാക്സബിൾ ആയിട്ടുള്ളൂ. ആറാമത്തെയാണ് എനി അതർ ഇൻകം അക്വയറിംഗ് ഓർ റിസീവ് ഔട്ട്സൈഡ് ഇന്ത്യ അതർ ഫോറിൻ ഇൻകം. അത് ആർക്ക് മാത്രമാണ് ടാക്സബിൾ? ഇറ്റ് ഈസ് ഓൺലി ടാക്സബിൾ ടു റെസിഡൻറ്റ്. ഇത് ലാസ്റ്റ് വൺ ആണ് പാസ്റ്റ് അൺടാക്സ്ഡ് ഇൻകം. അപ്പോൾ പാസ്റ്റ് അൺടാക്സ്ഡ് ഇൻകം എന്ന് പറയുമ്പോൾ 3 പേരും അതിൽ എക്സംപ്റ്റഡ് ആണ്, ആർക്കും അത് ടാക്സബിൾ അല്ല. ഇതാണ് ഈ 7 കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്? ദ ഇൻസിഡൻസ് ഓഫ് ടാക്സ് ഓർ സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം ആണ്. അപ്പോൾ ഇത് ബേസ് ചെയ്തൊരു പ്രോബ്ലംസ് എക്സാമിന് ചോദിക്കാറുണ്ട്. നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു തന്നെ ഇവിടെ ഒരു ടേബിൾ ഫോർമാറ്റിൽ ഒന്നുകൂടി ഈസി ആയിട്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? ഇൻകം റിസീവ്ഡ് ഓർ ഡീം ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയിൽ റിസീവ് ചെയ്ത് ഇൻകോ അല്ലെങ്കിൽ ഇറ്റ് ഡീം ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ. അങ്ങനെയുള്ള ഇൻകം എന്താണ്? അത് റെസിഡൻറ്റിനും NORനും NT നോൺ റെസിഡൻറ്റ് 3 പേർക്ക് എന്താണ് അത് ടാക്സബിൾ ആണ്. ഇൻകം അക്വേഴ്സ് ഓർ അറൈസ് ഓർ ഡീം ടു ബി അക്വയർ ഓർ അറൈസ് ഇൻ ഇന്ത്യ. അപ്പോൾ അതും 3 പേർക്കും ടാക്സബിൾ ആണ്. പിന്നെന്താണ്? ഇൻകം വിച്ച് അറൈസ് ഔട്ട്സൈഡ് ഇന്ത്യ ബട്ട് ഫ്രം എ ബിസിനസ് സെറ്റപ്പ് ഓർ കൺട്രോൾ ഫ്രം ഇന്ത്യ. എന്താണ്? ഇൻകം അറൈസ് ചെയ്യുന്നത് ഇന്ത്യയുടെ പുറത്താണ്, ഫ്രം എ ബിസിനസ് സെറ്റപ്പ് ദർ, അവിടെ സെറ്റ് ചെയ്തിട്ടുള്ള ബിസിനസ്, പക്ഷേ അതിൻ്റെ ഫുൾ കൺട്രോൾ ഇരിക്കുന്നത് ഇന്ത്യയിലാണ്. അങ്ങനെയാണെങ്കിൽ അത് റെസിഡൻറ്റിനും NORനും ടാക്സബിൾ ആണ്, നോൺ റെസിഡൻറ്റ് അത് ടാക്സബിൾ അല്ല. നെക്സ്റ്റ് ആണ് ഇൻകം അക്യൂസ് ഓർ അറൈസ് ഔട്ട്സൈഡ് ഇന്ത്യ എന്ന് പറയുമ്പോൾ എന്താണത്? അത് റെസിഡൻറ്റിന് മാത്രമാണ് ടാക്സബിൾ ആയിട്ടുള്ളത്, ബാക്കി 2 പേർക്കും ടാക്സബിൾ അല്ല. പാസ് അൺടാക്സ്ഡ് ഇൻകം വിച്ച് വാസ് എക്സംപ്റ്റഡ് ഏർലിയർ ബ്രോഡ് ടു ഇന്ത്യ. അത് 3 പേർക്കും ടാക്സബിൾ അല്ല, ദേ ആർ എക്സംപ്റ്റഡ്. 3 പേരെ എക്സംപ്റ്റ് ചെയ്ത ഒന്നാണത് പാസ്റ്റ് അൺടാക്സ്ഡ് ഇൻകം എന്നത്. അപ്പോൾ നമുക്കിനി പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നോക്കൂ. മിസ്റ്റർ വിജയ് ഹാസ് ദ ഫോളോയിങ് ഇൻകം ഫോർ ദ പ്രീവിയസ് ഇയർ 2019-20. കമ്പ്യൂട്ട് ഹിസ് ടോട്ടൽ ഇൻകം ഇഫ് ഹി ഈസ് റെസിഡൻറ്റ്, NOR ആൻഡ് നോൺ റെസിഡൻറ്റ്. ഫസ്റ്റ് വൺ ആണ് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ കേരള റിസീവ്ഡ് ഇൻ ജപ്പാൻ 1,20,000. ഇവിടെ ഇൻകം എവിടെ ഉണ്ടായത്? ഇൻകം അറൈസ് ചെയ്തത് നമ്മുടെ ഇന്ത്യയിലാണ്, അത് കേരളയിലാണ്. ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ കേരള, അപ്പോൾ ഇന്ത്യയിലുള്ള ഇൻകമാണ് അവിടെയാണ് അറൈസ് ചെയ്തത്. അപ്പോൾ എന്താണ് അങ്ങനെയുള്ള ഇൻകം ഇന്ത്യയിൽ അറൈസ് ചെയ്താൽ നോക്കാം. ഇത് തന്നിട്ടുണ്ട് ഇൻകം അറൈസസ് ഓർ അക്യൂസ് ഓർ ഡീം ടു അക്യൂർ അറൈസ് ഇൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ എന്താണ്? അത് 3 പേർക്കും ടാക്സബിൾ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിവിടെ ആ എമൗണ്ട് 1,20,000 റെസിഡൻറ്റിനും NORനും NRനും കൊടുക്കാം. ഇനി രണ്ടാമത്തെയാണ് ഇൻകം ഫ്രം ബിസിനസ് ഇൻ US റിസീവ്ഡ് ദ. എന്താണത്? ഇൻകം അക്യൂസ് ഓർ അറൈസ് ഔട്ട്സൈഡ് ഇന്ത്യയാണത്. അപ്പോൾ ഇൻകം ഫ്രം ബിസിനസ് ഇൻ US ആൻഡ് റിസീവ്ഡ് ദ എന്ന് പറയുമ്പോൾ അത് ആർക്ക് മാത്രം ടാക്സബിൾ? ദേ ആർ ടാക്സബിൾ ഓൺലി ടു ദ
റെസിഡൻറ്റ് അല്ലേ. നോക്ക് നമ്മുടെ ഇപ്പോൾ ഇൻകം അക്വയർ ഓർ അറൈസ് ഔട്ട്സൈഡ് ഇന്ത്യ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ റെസിഡൻറ്റിന് മാത്രമാണ് ടാക്സബിൾ, ബാക്കി രണ്ടുപേർക്ക് അത് നോട്ട് ടാക്സബിൾ ആണ്. അതാണ് രണ്ടാമത്തത്, ഇൻകം ഫ്രം ബിസിനസ് ഇൻ US റിസീവ്ഡ് ദർ. ഇനി മൂന്നാമത്തെയാണ് ഡിവിഡൻറ്റ് ഫ്രം ആൻ ഇന്ത്യൻ കമ്പനി റിസീവ്ഡ് ഇൻ ബോംബെ 3000. അത് എക്സംപ്റ്റഡ് ആണ്. 3 പേർക്കും ഡിവിഡൻറ്റും അതുപോലെ പാസ് അൺടാക്സ് ഇൻകം 3 പാർട്ടീസിനും എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ 3 പേർക്കും അത് നില്ല് കൊടുക്കാം. ദെൻ നാലാമത്തെയാണ് പ്രോഫിറ്റ് ഫ്രം ബിസിനസ് ഇൻ റഷ്യ എ ബിസിനസ് കൺട്രോൾ ഫ്രം ഇന്ത്യ റെമിറ്റ് ടു ഇന്ത്യ 32,000. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്, ഇൻകം വിച്ച് അറൈസ് ഔട്ട്സൈഡ് ഇന്ത്യ ഫ്രം എ ബിസിനസ് സെറ്റപ്പ് ആൻഡ് കൺട്രോൾ ഫ്രം ഇന്ത്യ. ഇത് റെസിഡൻറ്റിനും NORനും ടാക്സിബിൾ ആണ്. നമ്മുടെ ഇന്ത്യയിൽ കൺട്രോൾ ചെയ്യുന്ന ബിസിനസ്സിന് 2 പേർക്കും ടാക്സിബിൾ ആണ്. ആകെ നമ്മുടെ നോൺ റെസിഡൻറ്റ് മാത്രമേ ടാക്സിബിൾ അല്ലാത്തുള്ളൂ. അപ്പോൾ നമ്മളതിവിടെ കാണിക്കുക എന്താണ് ഇവിടെ. അപ്പോൾ നമ്മുടെ റെസിഡൻറ്റിനും NORനും ആ 32,000 എഴുതാം, എന്നിട്ട് ഇവിടെ നില്ല് കൊടുക്കാം. ഇനി അഞ്ചാമത്തെയാണ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഫ്രം എ ലോൺ ഗീവൻ ടു എ ഫ്രണ്ട് ഇൻ ഇന്ത്യ 2000. അത് 3 പേർക്കും ടാക്സിബിൾ ആണ്. അപ്പോൾ കൊടുക്കുക 2000 2000 2000 വെച്ചിട്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ റെസിഡൻറ്റിൻ്റെ കോളം ആഡ് ചെയ്യുക, NOR NR ഈ 3 കോളംസ് ആഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ടോട്ടലാണ് റെസിഡൻറ്റിൻ്റെ 2,32,000, NOR 1,54,000 ആൻഡ് NR 1,22,000. ഇത് ഈ പ്രോബ്ലം ക്ലിയർ ആയെന്ന് കരുതുന്നു.